ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. ടെസ്റ്റ് വെദർ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1/s³ + 4s ഈസ് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ അവിടെ എന്ത് വരും? എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു അവിടെ n/d(s) എന്നവിടെ കൊടുത്തു. ഇവിടെ n(s) എന്ന് പറയുന്നത് അവിടെ s² + 1 ആൻഡ് d(s) എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം s³ + 4s. അപ്പോൾ അവിടെ എന്ത് വരും? എസ് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ അവിടെ s × s² + 4 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിനെ എന്താണ് റൂട്ട്സ് കണ്ടുപിടിക്കാം. അപ്പോൾ റൂട്ട്സ് നമുക്ക് ഇവിടെ വരാൻ എങ്ങനെയാണ്? ഇത് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും നമുക്ക് s + j1 × s - j1 s ഇവിടെ s + j2 × s - j2 നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്കിവിടെ സീറോസ് ന്യൂമറേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്കവിടെ സീറോസ് കിട്ടും. അപ്പോൾ അത് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് s is equal to ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ -j1 ആൻഡ് ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ s is equal to j1. അപ്പോൾ സീറോസ് വരുന്നത് നമുക്ക് +or -j1ലാണ് ആൻഡ് പോൾസ് വരുന്നത് നമുക്ക് ഇവിടെ എവിടെയാണ്? s is equal to 0 ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ s is equal to 0-ൽ, അതേപോലെ s is equal to -j2-ൽ ആൻഡ് s is equal to +j2-ൽ അവിടെയാണ് നമുക്കിവിടെ പോൾ വരുന്നത്. പിന്നെ നമുക്കിവിടെ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാം. അപ്പോൾ പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാതും ഇമാജിനറി ആക്സിസിലാണ് വരുന്നത്. സോ ഇവിടെ ആ ആക്സിസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ പോൾസിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? ഒരെണ്ണം ഒറിജിനിലാണ് വരുന്നത്. അപ്പോൾ എന്താണ്? ഒറിജിനിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതുപോലെ +j2-ലും -j2-ലും അപ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്തു. ഒന്നുകൂടെ +j2-ലും ഒന്ന് -j2-ലും. ആൻഡ് സീറോയുടെ ലൊക്കേഷൻ വരുന്നത് +or -j1-ലാണ്. അപ്പോൾ അവിടെ +j1-ലും -j1-ലും നമ്മളവിടെ സീറോസ് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പോൾ സീറോ പ്ലോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഇമാജിനറി ആക്സിസിലാണ് അവിടെ പോൾ വരുന്നത് അല്ലേ. അപ്പോൾ ഇമാജിനറി ആക്സിസിൽ പോൾ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എന്ത് ചെയ്യണം? അവിടെ നമ്മളവിടെ റെസിഡ്യൂ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ റെസിഡ്യൂ ടെസ്റ്റ് നമുക്ക് ഇവിടെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ റെസിഡ്യൂ ടെസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ s² + 1/s × s² + 4 ആണ്. അപ്പോൾ അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ s + j2 × s - j2 നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ അതിന് ശേഷം നമ്മളവിടെ എന്ത് ചെയ്യണം? അവിടെ f of s is equal to k1/s + k2/s + j2 + k2*s - j2 നമ്മളവിടെ വരും. കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് ആണ് നമുക്കിവിടെ വരുന്നത് അല്ല. s + j2-ൻ്റെ കോൺജുഗേറ്റ് ആണ് s - j2 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ഒരെണ്ണത്തിന് k2/s + j2 ആണെങ്കിൽ മറ്റേത് k2* എന്നവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അവിടെ k1, k2 ആൻഡ് k2* അവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ k1 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ k1-ൻ്റെ ഡിനോമിനേറ്റർ വരുന്നത് s ആണ്. അപ്പോൾ s വെച്ചിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ നമുക്ക് ഒരുമിച്ച് എഴുതാം s² + 1 എഴുതാം. അപ്പോൾ അവിടെ s × s² + 1/s ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താണ്? ഇവിടെ ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എളുപ്പത്തിന് നമുക്ക് അവിടെ s² + 4 എന്ന് എഴുതാം. അപ്പോൾ അവിടെ എസ്സും അവിടെ എന്തുണ്ടാവും? ക്യാൻസൽ ചെയ്തിട്ട് പോകും. അതിനുശേഷം അവിടെ എസ്സിനെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ 1/4 നമുക്ക് അവിടെ കിട്ടും k1-ൻ്റെ വാല്യൂ. ഇനി k2 കൊടുക്കുമ്പോൾ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് s + j2-ൻ്റെ ആണ്. അപ്പോൾ k2-ൻ്റെ ഡിനോമിനേറ്റർ s + j2 ആണ്. ഇപ്പോൾ s + j2 വെച്ചിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്റർ വേണമെങ്കിൽ നമുക്ക് s² + 1 എഴുതിയാൽ മതി. ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ s² + 1/s × s + j2 × s - j2 നമ്മളിവിടെ എഴുതി. അപ്പോൾ അവിടെ ആ s + j2 ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഇനി അതിനുശേഷം നമുക്ക് അവിടെ എസ്സിനെ -j2 ഇട്ട് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ s + j2 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് വരും? s is equal to -j2 എന്ന് നമുക്ക് അവിടെ വരും. ഇനി നമുക്ക് ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ s² ആണ് വരുന്നത്. അപ്പോൾ s²ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -j2² + 1/-j2 × ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -j2 -j2 എന്ന് വരും. അപ്പോൾ -j2² എന്ന് പറയുമ്പോൾ മൈനസിൻ്റെ സ്ക്വയർ വരുമ്പോൾ പ്ലസ് ആവും ആൻഡ് j² എന്ന് പറയുന്നത് മൈനസ് ആണ്. സോ -4 + 1/-j2 × -j4 നമുക്ക് അവിടെ വരും. അപ്പോൾ -4 + 1 എന്ന് പറയുമ്പോൾ -3/-8 എന്ന് വരും. അപ്പോൾ അവിടെ 3/8 നമുക്ക് അവിടെ കിട്ടി k2. അപ്പോൾ ഈ റെസിഡ്യൂ ടെസ്റ്റിൽ k2 ആൻഡ് k2* എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 3/8 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ
റെസിഡ്യൂസ് എല്ലാതും റിയൽ ആൻഡ് പോസിറ്റീവ് ആണ്. അപ്പം അങ്ങനെ അവിടെ സെക്കൻഡ് കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈ ആയി. ഇനി നമുക്കവിടെ തേർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ തേർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നമ്മുടെ ഈവൺ പാർട്ടും ഓഡ് പാർട്ടും നമുക്കവിടെ സെപ്പറേറ്റ് ചെയ്യാം, ന്യൂമറേറ്ററിൽ നിന്നിട്ടും ഡിനോമിനേറ്ററിൽ നിന്നിട്ടും. അപ്പോൾ ഈവൺ പാർട്ട് ഓഫ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് m1 ഈസ് ഈക്വൽ ടു ഇവിടെ s² + 1 ആണ്, കാരണം ഇവിടെ എസിൻ്റെ ടേം ഇല്ല, ഈവൺ പവർ ആണ് നമുക്കവിടെ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ അത് m1 എന്ന് പറയുന്നത് s² + 1 വരും. അപ്പോൾ ഇവിടെ എസിൻ്റെ ടേം ഇല്ലാത്തതിൻ്റെ ഓഡ് പവർ ഇല്ല. സോ ഓഡ് പാർട്ട് ഓഫ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് n1 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്കവിടെ ഡിനോമിനേറ്ററിൽ നോക്കാം. ഡിനോമിനേറ്ററിൽ നമുക്കിവിടെ s³ + 4s, അവിടെ ഓഡ് പവർ മാത്രമേ വരുന്നുള്ളൂ. സോ അവിടെ ഈവൺ പാർട്ട് ഓഫ് ഡി എഫ് എസ് എന്ന് പറയുന്നത് m2 0 ആണ്. ആൻഡ് ഓഡ് പാർട്ട് ഓഫ് ഡി എഫ് എസ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് n2 ഈസ് ഈക്വൽ ടു s³ + 4s നമുക്കവിടെ വരും. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a ഓഫ് ω² എന്ന് പറയുന്നത് m1 m2 - n1 n2 ആണ്. അറ്റ് s ഈസ് ഈക്വൽ ടു j ഒമേഗ. അപ്പോൾ m1 എന്ന് പറയുന്നത് s² + 1 ആൻഡ് m2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അവിടെ s² + 1 × 0 - 0 × s³ + 4s എന്ന് വരും. അറ്റ് s ഈസ് ഈക്വൽ ടു j ഒമേഗ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ടൈമിലും 0 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, a ഓഫ് ω² എന്ന് പറയുന്നത് അവിടെ 0 കിട്ടി. സോ നമുക്കവിടെ a ഓഫ് ω² എന്ന് പറയുന്നത് 0 ആണ് ഫോർ ഓൾ ω > 0. അപ്പോൾ നമുക്കിവിടെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ ആണെന്നാണ് പറയാം. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ. ഇഫ് എഫ് ഓഫ് എസ് ഈസ് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ, നമുക്ക് തന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എസ് പോസിറ്റീവ് റിയൽ ആണെങ്കിൽ 1/f ഓഫ് എസും അത് പോസിറ്റീവ് റിയൽ ആയിരിക്കും. ഇനി സം ഓഫ് 2 പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ ഈസ് പോസിറ്റീവ്. നമുക്ക് ഇനി പോൾസും സീറോസും പറയുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് റിയൽ പാർട്ട് വരാൻ പാടില്ല. അതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി ഓൺലി സിമ്പിൾ പോൾസ് വിത്ത് റിയൽ പോസിറ്റീവ് റെസിഡ്യൂസ് ക്യാൻ എക്സിസ്റ്റ് ഓൺ ദ j⍵ ആക്സിസ്. അപ്പോൾ j⍵ ആക്സിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റെസിഡ്യൂ ടെസ്റ്റ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് സിമ്പിൾ പോൾസ് മാത്രമാണ് അവിടെ j⍵ ആക്സിസിൽ വരാൻ പാടുള്ളൂ, അതും വിത്ത് പോസിറ്റീവ് റെസിഡ്യൂസ്. ഇനി പോൾസ് ആൻഡ് സീറോസ് ആർ റിയൽ ഓർ ഒക്കറിങ് കോൺജുഗേറ്റ് പെയർസ്. അപ്പോൾ പോൾസ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് കോൺജുഗേറ്റ് പെയറിലാണ് അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ -2 + j3 അതുപോലെ -2 - j3 അങ്ങനെ വരുന്ന പോൾസ് ആണ് നമുക്കവിടെ കോൺജുഗേറ്റ് പെയർസ് എന്ന് പറയുന്നത്. അതും നെഗറ്റീവ് റിയൽ പാർട്ടാണ് അവിടെ വരാൻ പാടുള്ളൂ, ലെഫ്റ്റ് ഹാഫിൽ വരണമെന്നുണ്ടെങ്കിൽ. ഇനി ഹയസ്റ്റ് പവർ ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ പോളിനോമിയൽ മേ ഡിഫർ ബൈ യൂണിറ്റ്.